ബിജു സർ, സജന മാം റെഡി അല്ലേ? ഓക്കെ മാം, റെഡി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, രണ്ടാൾക്ക് നന്നായി ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് രണ്ടാൾക്കും. ഹായ്, ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഐ ആം ബിജു കെ മാത്യു ഫ്രം വെള്ളിപറമ്പ, കാലിക്കറ്റ്. വിംബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ് പൊതുവെ വിംബിൾ അക്കാദമിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ അവതാരകരായി എത്താറുള്ളത്, അല്ലേ? സൈക്കോളജി PG ചെയ്യുന്ന സമയത്ത് മുതൽ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു സ്പീക്കർ ആവണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ വൈഫും കൂടി ഒരുമിച്ചാണ് സൈക്കോളജി PG ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജിയിലേക്കും എന്നെ എത്തിച്ചത് വൈഫാണെന്ന് വേണമെങ്കിൽ പറയാം. വിംബിളിലേക്കും അങ്ങനെ തന്നെയാണ്, വൈഫാണ് ആദ്യം ജോയിൻ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ ചെറിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് വിംബിളിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ഫൈസൽ സാറിന്റെ വളരെ എന്താ പറയുക ശ്ലാഘനീയമായ ക്ലാസ്സുകൾ, ഓരോ പോയിന്റും എടുത്തെടുത്ത് പറഞ്ഞ് നമുക്ക് ഓരോ പ്രാവശ്യവും ഇമ്പ്രൂവ് ചെയ്ത് തരുന്ന ക്ലാസ്സുകൾ, നമ്മളിടുന്ന വോയിസിന് അർച്ചനമാം തരുന്ന ഇഴകീറി പരിശോധിച്ച പോസിറ്റീവ് ഭാഗം പ്രത്യേകം എടുത്തു പറയുകയും തിരുത്തേണ്ട ഭാഗങ്ങളെ നോട്ട് ചെയ്ത് തരികയും ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് തരുന്ന ഒരു കോഴ്സാണ് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അഗൈതവുമായ നന്ദി ഈ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും, പ്രത്യേകിച്ച് വിംബിളിനും പിന്നെ എൻ്റെ കൂടെ ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും അർപ്പിക്കുന്നു ഈ സമയത്ത് തന്നെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷനിൽ സജന അലി മാമാണ് നമുക്കിന്ന് ലീഡ് ചെയ്യുന്നത്. പൊസസീവ്നെസ് എന്ന സബ്ജക്റ്റാണ് സജന മാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ പൊസസീവ്നെസ് എന്നത് ഒരാളെ നിയന്ത്രണത്തിൽ വെക്കാനുള്ള ശക്തമായ ആഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പലപ്പോഴും ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിട്ടിട്ട് പോകുമെന്നുള്ള ഭയം, അല്ലെ പഴയ മാനസിക മുറിവുകൾ, ചൈൽഡ്ഹുഡ് ട്രോമ ഒക്കെ ആവാം ഇതിന് കാരണമെന്നാണ്. അപ്പൊ സ്നേഹമാണ് ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം, നമുക്കറിയാം അല്ലേ? പൊസസീവ്നെസ് എന്നത് ബന്ധങ്ങളിൽ സ്നേഹത്തിന് പകരം ഒരു നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ്. സ്നേഹമുള്ള ഒരാൾ പറയും നിന്നെ എനിക്ക് വിശ്വാസമാണ്, അതേസമയം പൊസസീവ്നെസ് ഉള്ള ഒരാൾ പറയുക നീ എന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള സംശയം എനിക്കുണ്ട് എന്നാണ്. ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് പൊസസീവ്നെസ് ആൻഡ് ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ലവ് ആൻഡ് ഹൗ ഇറ്റ് എഫക്റ്റ് അവർ റിലേഷൻഷിപ്സ് ആൻഡ് ഹൗ ക്യാൻ വി ഓവർകം ഇറ്റ് എന്നാണ്. ഈ വിഷയത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയായ സജന അലി മാം, ഒരു സൈക്കോളജി കൗൺസിലർ, പേരന്റ് സ്റ്റുഡന്റ് മെന്റലിസ്റ്റ്, എങ്ങനെ പലവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രാവീണ്യമുള്ള സജന അലി മാം ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നതാണ്. അപ്പം വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ സജന അലി മാമിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഒപ്പം നമ്മൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു ബിജു സർ. നല്ലൊരു ടോപ്പിക്ക്, നല്ലൊരു ഇൻട്രോ എനിക്കും ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനും തന്നതിന് പ്രത്യേകം നന്ദി. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ? ഈ ഒരു അവസരം തന്നതിന് ആദ്യമായിട്ട് ഫൈസൽ സാറിനും കൂടെ അർച്ചന മാമിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം നല്ലൊരു ഇൻട്രോ തന്ന ബിജു സാറിന് ഒരിക്കൽ കൂടി താങ്ക് യു. ഞാൻ സജന, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് എന്റെ സ്വദേശം. അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം അല്ലേ? നമ്മുടെ ഈ കൂട്ടത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടമില്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടാവില്ല എന്ന് കേൾക്കുന്നു. ഇല്ല, താങ്ക് യു. എന്നാൽ എപ്പോഴെങ്കിലും ഈ സ്നേഹം നമുക്കൊരു ബുദ്ധിമുട്ടോ
അതിലൊരു ബാധ്യതയോ അല്ലെങ്കിൽ ബന്ധനങ്ങളായിട്ടോ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? യെസ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്നേഹം ചിലപ്പോഴെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? അത് സ്നേഹത്തിൽ നിന്നും മാറി പോസസീവ്നെസ്സിലേക്ക് എത്തുമ്പോഴാണ് ഇത് നമുക്കൊരു ബാധ്യത ആയിട്ടൊക്കെ തോന്നുന്നത് അല്ലെ? പോസസീവ്നെസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എന്താണ് ഈ പൊസസീവ്നെസ്? പൊസസീവ്നെസ് എന്നാല് ആരെങ്കിലും നമ്മളെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്ന ഒരാളെ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയിൽ നിന്നും അല്ലെങ്കിൽ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം പങ്കിട്ടു പോകുമോ എന്നൊരു ഭയത്തിൽ നിന്നൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. പൊതുവിൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്, സ്നേഹം കൂടിയത് കൊണ്ടാണ്, അതിൽ നിന്നൊക്കെയാണ് ഈ പൊസസീവ്നെസ് ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരിക്കലും സ്നേഹത്തിൽ നിന്നല്ല, ഇത് ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ ഭാര്യക്ക് അവരുടെ കോളേജ് മേറ്റ്സിന്റെ ഒരു മീറ്റപ്പ് പ്രോഗ്രാം ഉണ്ടാകുന്നു. അപ്പൊ ഭാര്യ ആ പ്രോഗ്രാമിന് പോകാൻ ഇറങ്ങുമ്പോൾ ഹസ്ബൻഡ് പറയുന്നു, നീ ആ ഒരു ലൊക്കേഷനിൽ എത്തിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. ഇതെന്താണ്? കെയർ ആണ് അല്ലെ? അങ്ങനെ ഭാര്യ ആ ലൊക്കേഷനിൽ എത്തുന്നു, ഞാൻ സേഫായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഹസ്ബൻഡിനെ അറിയിക്കുന്നു. എന്നിട്ട് അവരുടെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്നതിനിടക്ക് ഹസ്ബൻഡ് തുടരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായി പ്രോഗ്രാം, എന്താ ചെയ്യുന്നേ, കഴിയാറായോ, തിരിച്ചു വരാറായോ, ഈ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഭാര്യയ്ക്ക് ഇത് എത്ര കാലത്തിന് ശേഷം അവർ ഫ്രണ്ട്സ് തമ്മിലൊന്ന് മീറ്റ് ചെയ്യാണ്, അതിലേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ഒക്കെ തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ലേ? പക്ഷെ ഹസ്ബൻഡ് ചിന്തിക്കുന്നത് തന്റെ ഭാര്യന്റെ ലൈഫിൽ ചെറിയൊരു സംഭവം പോലും എന്താണ് നടക്കുന്നത്, അത് ചെറുതാണെങ്കിൽ കൂടി ഞാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന സ്നേഹം അത് ഫ്രണ്ട്സുമായിട്ട് അവൾ പങ്കിട്ട് കൊടുക്കുമോ, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സ്നേഹം കുറയുമോ എന്നൊക്കെ ഒരു പേടി കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഇത് പോസിറ്റീവ്നെസ് ആണ്. ഒരിക്കലും സ്നേഹമാണെങ്കിൽ അദ്ദേഹം എന്താണ് കരുതുക, തന്റെ ഭാര്യ എത്ര നാളിന് ശേഷമാണ് അവരുടെ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുന്നത്, അവളെ എൻജോയ് ചെയ്യട്ടെ, അവൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ, എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഒരിക്കലും അതിനിടയ്ക്ക് ഒരു ശല്യം എന്നോണം വിളിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല അല്ലെ? അപ്പോ പോസിറ്റീവ്നെസ്സും സ്നേഹവും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം, ഡിഫറൻസ് എന്താന്ന് നോക്കാം. ചില സമയങ്ങളിൽ നമ്മൾ കരുതും ഇത് സ്നേഹം കൊണ്ടാണെന്ന്, പോസിറ്റീവ്നെസ് കൊണ്ടാണോ എന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ അത് തമ്മിൽ തിരിച്ചറിയാൻ എന്താണ് അത് തമ്മിലുള്ള മാറ്റം എന്താന്ന് നമുക്ക് നോക്കാം. സ്നേഹം എന്ന് പറയുന്നത് അതൊരു ഇമോഷണൽ അഫക്ഷൻ ആണ്. ഒരാളോടോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോടോ നമുക്ക് തോന്നുന്ന ഇമോഷണൽ അഫക്ഷൻ, അതാണ് സ്നേഹം. സ്നേഹം നമ്മോട് പറയുന്നത് ഐ വാണ്ട് യു ടു ബി ഹാപ്പി എന്നാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആള് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലെ? എന്നാൽ പോസിറ്റീവ്നെസ് നമ്മളോട് പറയുന്നത് ഐ വാണ്ട് യു ടു മേക്ക് മീ ഹാപ്പി എന്നാണ്. എന്നെ സന്തോഷമാക്കേണ്ട ചുമതല, എന്നെ സന്തോഷിപ്പിക്കേണ്ട ചുമതല ഈ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ അത് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. കുറെ കിട്ടുമ്പോൾ വേണ്ട എന്നും കുറച്ച് കിട്ടുമ്പോൾ വേണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഒരു സ്ട്രോങ് ആയ ഒരു വികാരമാണ് സ്നേഹം, ലവ് അല്ലെ? നമുക്ക് ഒരു പൂവിനെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ പൂവിനെ എനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ അതിനെ പറിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്നേഹമാണോ? അല്ലല്ലോ. സ്നേഹമുള്ള ഒരാൾ എന്താ ചെയ്യുക, അതിനൊരിക്കലും അതിനെ പറിച്ചെടുക്കില്ല. അതിനെ തനിക്കും മറ്റുള്ളവർക്കും ഒക്കെ ആ ഭംഗി കാണാൻ വേണ്ടി അതിനെ അങ്ങനെ തന്നെ നിലനിർത്തും, കെയർ ചെയ്യുക അല്ലെ? പക്ഷെ പൊസസീവ്നെസ് ആയ ഒരാൾ ചിന്തിക്കുക എന്തൊരു ഭംഗിയെ ഉള്ളത്, ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞ അദ്ദേഹം അതിനെ പറിച്ചെടുക്കും. ഓവർ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ പറിച്ചെടുത്ത് സ്വന്തമാക്കാൻ നോക്കും.
അപ്പോൾ ലവ് എന്ന അഫക്ഷന് കെയർ ആണ് ഉണ്ടാവുക. പൊസസീവ്നെസ്സിൽ അത് ഓവർ പ്രൊട്ടക്ഷനും ആയിരിക്കും. ഇതുപോലെ സ്നേഹം കൊണ്ടാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മൾ അത് പോസിറ്റീവ്നെസ് ആയിരിക്കാം. അങ്ങനെ പല ഇതും നമ്മുടെ ജീവിതത്തിൽ നിത്യേന നടന്നുകൊണ്ടിരിക്കാം. അതിൽ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. കെയർ വേണ്ടിടത്ത് ഓവർ പ്രൊട്ടക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഒരു അച്ഛനും മകളും. അച്ഛന് മകളെ വലിയ ഇഷ്ടമാണ്, എന്നാൽ അച്ഛൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. തൻ്റെ മകള് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പ്രാപ്തമായാൽ അവൾ തന്നെ വിട്ടു പോകുമോ, അവൾക്ക് എന്നെ വേണ്ടാതാകുമോ, എന്നെ സ്നേഹിക്കാതാകുമോ എന്നൊക്കെ പേടിച്ച് അച്ഛൻ മകൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. മകളെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇതെന്താണ് ആ അച്ഛൻ ചെയ്യുന്നത്? കെയർ ചെയ്യേണ്ടിടത്ത് ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. ആ അച്ഛന് സ്നേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം കെയർ കരുതി നിർത്തുമായിരുന്നു. ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക, ഇത് അച്ഛൻ്റെ ഒരു പൊസസീവ്നെസ് ആണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തത് റെസ്പെക്ട് വേണ്ടിടത്ത് ഓണർഷിപ്പ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ലൈഫിൽ ഭാര്യയും ഭർത്താവും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാ വെച്ചാൽ ഭർത്താവിന്റെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും മാത്രമാണ് അവരുടെ ലൈഫിൽ ഉള്ളത്. ഭാര്യയോട് ഭാര്യയുടെ ഇഷ്ടമോ അഭിപ്രായമോ ഒന്നും ഇദ്ദേഹം ചോദിക്കുന്നേ ഇല്ല. ഭർത്താവ് ചിന്തിക്കുന്നത് ഭാര്യയുടെ ഓണറാണ് ഞാൻ, അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ അനുസരിക്കേണ്ടത് ഭാര്യയുടെ കടമയാണ് എന്നാണ്. ഇത് കാരണം അദ്ദേഹം വൈഫിന്റെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ റെസ്പെക്ട് എന്ന് പറയുന്നത് അദ്ദേഹം തീരെ ചെയ്യുന്നില്ല. ഒരു ഓണർഷിപ്പ് മോഡിലാണ് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നത്. ഈ ഒരു മെന്റാലിറ്റിന്റെ ആളുകൾ ഇന്നത്തെ ജനറേഷനിൽ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ മുൻ തലമുറകളിലൊക്കെ നമ്മൾ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പോൾ സ്നേഹത്തിലാണെങ്കിൽ റെസ്പെക്ട് ഉണ്ടാകും, തൻ്റെ ഭാര്യന്റെ ഇഷ്ടങ്ങളും എല്ലാം അദ്ദേഹം ചോദിച്ചറിയും. പക്ഷെ ഒരിക്കലും അത് സ്നേഹമല്ലാത്തത് കാരണമാണ് അവിടെ പിന്നെ ഒരു ഓണർഷിപ്പ് പൊസസീവ്നെസ് ആയതുകൊണ്ടാണ് ഒരു ഓണർഷിപ്പ് വന്നത്. ഇനി ഫ്രണ്ട്ഷിപ്പില് എങ്ങനെയായിരിക്കും ഇത്? സെക്യൂരിറ്റി വേഴ്സസ് ഫിയർ. ഇത് ഫ്രണ്ട്ഷിപ്പിൽ വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നത് നമുക്കൊക്കെ ഒരു ധൈര്യം തന്നെയാണ്, അല്ലെ? ഏതൊരു ആവശ്യത്തിനും വിശ്വാസത്തോടെ സമീപിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കുക എന്നൊരു ഭാഗ്യം തന്നെയാണ്. എന്നാൽ ഇതുപോലെയുള്ള ഒരു സുഹൃത്ത് തനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു പേടി കാരണം ഈ സുഹൃത്തിനെ മറ്റുള്ളവരാരുമായിട്ടും കൂടുതൽ ഇടപഴകാൻ നമ്മൾ സമ്മതിക്കാതെ ഇരിക്കും. നമ്മളിലേക്ക് തന്നെ ആ സുഹൃത്തിനെ അടുപ്പിച്ചു കൊണ്ടിരിക്കുക. സുഹൃത്തിന് മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷനോ സ്നേഹമോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ നെഗറ്റീവ് മാത്രം എടുത്തിട്ട് നമ്മൾ സുഹൃത്തിനോട് അവതരിപ്പിക്കുക. അങ്ങനെ സുഹൃത്തിനെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അകറ്റി നമുക്ക് സ്വന്തമാക്കി എടുക്കുന്ന ഒരു രീതി. ഇവിടെ സ്നേഹമാണെങ്കിൽ അവിടെ ഒരു സെക്യൂരിറ്റി ആണ് കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ കൂടുതലായി വരുന്നത് ഭയമാണ്. തന്നെ ഒഴിവാക്കി തൻ്റെ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ തേടി പോകുമോ എന്നൊരു ഭയം കാരണം ഇങ്ങനെ പൊസസീവ്നെസ് ആയാൽ അവരിങ്ങനെ ചെയ്യും. അപ്പോ ഇനി നമുക്ക് സ്നേഹത്തിന് പിറകിലുള്ള സൈക്കോളജി ആണെന്ന് നോക്കാം. ഇൻസെക്യൂരിറ്റി. നമുക്ക് നമ്മളെ തന്നെ ഒരു വിലയില്ലാതിരിക്കുമ്പോൾ, അതുപോലെ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്ത് നമ്മൾ ഒന്നുമല്ല, നമ്മൾ ഏറ്റവും ലോ ആണ്, മറ്റുള്ളവരെല്ലാവരും മികച്ചതാണ്, ആ മെന്റാലിറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് പൊസസീവ്നെസ് കൂടുതൽ തോന്നും. നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ പാർട്ണറോ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപഴകുന്നത്, അത് പ്രത്യേകിച്ച് നമ്മളില്ലാതെ മികച്ചതാണ് എന്ന് നമുക്ക് തോന്നുന്നവരുമായിട്ടാണെങ്കിൽ ഇവരെ ഒഴിവാക്കും, ഇവർ ആ ഒരു ആളേറ്റുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു ചിന്താഗതി ഉള്ള ആളുകൾക്കും ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്കും എന്താണ് പൊസസീവ്നെസ് കൂടുതലായിട്ട് കണ്ടുവരും. അടുത്തത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. നമ്മുടെയൊക്കെ അറ്റാച്ച്മെന്റ് സ്റ്റൈല് കണക്ഷൻ ആണോ ഡിപ്പെൻഡഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഒരു വ്യക്തിയിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡായി പോകുന്ന അവസ്ഥയിലാണെങ്കിൽ, അവരില്ലെങ്കിൽ ഞാനില്ല. ചിലരൊക്കെ പറയുന്നില്ലേ, എൻ്റെ ലോകം തന്നെ അവരാണ്, അവരില്ലാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കുന്നത് ആലോചിക്കാനേ വയ്യ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? മുഴുവനായിട്ട് മറ്റൊരാളിൽ ഡിപ്പെൻഡായി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയിലെ ആളുകൾക്കും പൊസസീവ്നെസ് കൂടുതലായിട്ട് കാണാം.
അതുപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അടുത്തത്. നമ്മുടെ ലൈഫിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ലൈഫുകളിലോ റിജക്ഷൻസ്, ഇഗ്നോറ്, അല്ലെങ്കിൽ ന്യൂജൻ വേർഡിൽ പറയുമ്പോൾ തേച്ചിട്ട് പോവുക, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അതാണല്ലോ പറയാം. അങ്ങനെയൊക്കെ നമ്മൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ അനുഭവിച്ചവരെ അറിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അറിയാതെയാണെങ്കിലും നമ്മുടെ മൈൻഡിൽ ഒരു പൊസസീവ്നെസ് വരും അല്ലെ. പിന്നെ വരുന്ന പൊസസീവ്നെസ് ചിന്ത കൂടുതലായി വരുന്നവര് രണ്ട് തരം ചിന്താ വൈകല്യങ്ങൾ ഉള്ളവരാണ്. ഒന്ന് മൈൻഡ് റീഡിങ്, ഊഹിക്കുക, മറ്റുള്ളവര് എന്താണ് ചിന്തിക്കുന്നത് അത് നമ്മുടെ ഒരു അവസ്ഥക്കനുസരിച്ച് നമ്മളങ്ങനെ ചിന്തിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ഭാര്യയും ഭർത്താവും ഫുഡ് കഴിക്കുമ്പോൾ ഹസ്ബൻഡ് പറയുന്നു പിന്നെ കറിയിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. എന്നാലും അദ്ദേഹം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം റിലാക്സ് ചെയ്യുന്ന ഒരു സമയം ഭാര്യ നോക്കുമ്പോൾ ഭാര്യക്ക് തോന്നുന്നു ഇദ്ദേഹം ഇപ്പോഴും ആ കറിയിൽ ഉപ്പ് കൂടിയത് തന്നെ ചിന്തിക്കുകയാണോ, അത് കാരണം അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം ഉണ്ടാവോ. ഇത് തന്നെ ഭാര്യ ഇത് ചിന്തിച്ചിട്ട് അത് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ ഹസ്ബൻഡ് ഒന്നെങ്കിൽ റിലാക്സ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും സംഭവമായിരിക്കും ചിന്തിച്ചിരിക്കുക. പക്ഷെ ഇത് ഈ ഊഹിക്കൽ കൂടുതലുള്ള ആളുകൾക്ക് അവരുടെ അവസ്ഥക്കനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും മറ്റുള്ളവരും ചിന്തിക്കുക എന്നായിരിക്കും അവർ കരുതുക. രണ്ടാമത്തെ ചിന്താവൈകല്യം എന്ന് പറയുന്നത് ഒരു സംഭവത്തിന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥ എന്താണോ അതായിരിക്കും ഇക്കൂട്ടർ ചിന്തിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെക്കാൾ മികച്ച ഒരാളായിട്ട് സംസാരിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവർ പണ്ട് മുതലേ കണക്ഷൻ ഉണ്ടോ, എന്നേക്കാൾ നല്ലൊരാളാണത്, ഇവർ എന്നെ ഒഴിവാക്കി ഇനി അയാളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ, ഇങ്ങനെ എന്താണോ ആ ഒരു സിറ്റുവേഷന്റെ ഏറ്റവും മോശമായ ഒരവസ്ഥ അതിനെ പറ്റിയായിരിക്കും ഇക്കൂട്ട് ചിന്തിക്കുക. അപ്പൊ ഇതൊക്കെയാണ് പോസിറ്റീവ്നെസിന്റെ പിറകിലുള്ള സൈക്കോളജി. അപ്പൊ ഇതുവരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ് മാം. പൊസസീവ്നെസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരിക്കും നമുക്ക് ആദ്യമായിട്ട് നോക്കാം. പാർട്ട്നേഴ്സ് ആയിരിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യങ്ങളിലും ഇടപെടണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഇരിക്കണം എന്നായിരിക്കും അല്ലെ എല്ലാ പാർട്ട്നേഴ്സും ആഗ്രഹിക്കുക. പക്ഷെ അതിനൊരു ലിമിറ്റ് ഇല്ല, ഒരു പരിധി ഉണ്ടാവില്ല അതിന്. തന്റെ ജീവിതത്തിലെ ഒരു ചെറിയ കാര്യം പോലും തന്റെ പാർട്ട്ണർ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പാർട്ട്ണറിനെ അറിയണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്കതൊരു സ്നേഹത്തിന്റെ പുറത്താണ് എന്നൊക്കെ തോന്നും അല്ലെ. പക്ഷെ പിന്നീട് കാലക്രമേണ അവരുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും കഴിഞ്ഞിരിക്കുമ്പോൾ എന്തൊരു കാര്യം തന്റെ പാർട്ട്ണറെ അറിയിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയണം എന്നൊരു വാശിയാകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും അല്ലെ. ഓവറായിട്ടില്ല ഒബ്സെഷന്, ഓണിങ്, കൺട്രോളിങ്, ഇത് ആർക്കും അധികമൊന്നും ഇഷ്ടമാത്തൊരു കാര്യം തന്നെയല്ലേ. അപ്പൊ ഈ പോസിറ്റീവ് ആകുമ്പോ രണ്ടു പേർക്കും ഉള്ളൊരു സന്തോഷം എന്ന് മാറി എന്റെ ഹാപ്പിനെസ് എന്നാകും. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു ചിന്ത കൂടുതലായിട്ട് വരിക. എന്റെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എന്നെ ഹാപ്പി ആക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് കൈമാറുക. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പാർട്ട്ണർ ആണെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാതും രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമായിക്കൊള്ളണം എന്നൊന്നുമില്ല. രണ്ടുപേരും ഇതിൽ നിന്ന് വന്നതാണ്. പല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്റെ പാർട്ട്ണർക്കും ഇഷ്ടമാവരുത്, അദ്ദേഹവും അത് ചെയ്യരുത് എന്ന് പറയാൻ നമുക്കൊരു അധികാരവുമില്ല അല്ലെ. അദ്ദേഹം ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് തുടരാൻ നമ്മൾ അനുവദിക്കലാണ് സ്നേഹം. അപ്പൊ ഇങ്ങനെ അതുപോലെ ലൈഫില് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസിഷനൊക്കെ എടുക്കേണ്ടി വരുമ്പോ തൻ്റെ പാർട്ട്ണറോട് ഇത് ഡിസ്കസ് ചെയ്യണ്ട എന്നൊക്കെ നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? തൻ്റെ പാർട്ട്ണർ അത് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ അവരെന്നെ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ നെഗറ്റീവ് ആയിരിക്കും അവര് എടുത്തു പറയുക. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ എന്തൊരു ബുദ്ധിമുട്ടായ സിറ്റുവേഷനിലൂടെ നമ്മൾ പോണതെങ്കിലും പാർട്ട്ണറുടെ ഇടയിൽ നിന്ന് നമ്മൾ മറച്ചു വെക്കുക. ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ എൻ്റെ പാർട്ട്ണറിന്റെ സ്നേഹമുള്ളവർക്ക് അങ്ങനെയായിരിക്കും. എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞാല്
എനിക്ക് സമാധാനം കിട്ടും, അല്ലെങ്കിൽ അതിനൊരു പോംവഴി അവർ പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെ? അപ്പൊ സ്നേഹം എന്നത് ഒരു ട്രസ്റ്റ് ആണ്. ഈ ട്രസ്റ്റ് എങ്ങനെയാ കുറയുന്നത്? അവിടെ ജഡ്ജ്മെന്റ് കയറി വരുമ്പോഴാണ് സ്നേഹം എന്നുള്ള ട്രസ്റ്റ് കുറയുന്നത്. അപ്പോ ഇത് അവിടെ കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോൾ ജഡ്ജ്മെന്റ് കൂടാം. അപ്പൊ നമ്മളിങ്ങനെ ജഡ്ജ്മെന്റ് വരുന്നതും അതുപോലെ പൊസസീവ്നെസ് ആണ്, എന്റെ വൈഫ് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇതിന്റെ നെഗറ്റീവ്സേ പറയുള്ളൂ, എന്റെ ഒപ്പം നിൽക്കില്ല എന്ന് നമുക്ക് തോന്നാൻ കാരണം നമ്മൾ പലതും ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നമ്മുടെ ഫോണ്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ നമ്മുടെ പാർട്ണർ ചെക്ക് ചെയ്യുക, അതുപോലെ ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ എപ്പോ വരും, ഇങ്ങനെ നിസ്സാരമല്ല കാര്യങ്ങൾ. അതുപോലെ ആരൊക്കെ കണ്ടു, എന്തൊക്കെ സംസാരിച്ചു. ചിലരുണ്ട് അങ്ങനെ ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ അസൂയ, അപ്പം തന്നെ മറ്റൊരാൾ സ്നേഹിക്കുന്നതോ പരിഗണിക്കുന്നതോ അല്ലെങ്കിൽ എന്താ അപ്രീസിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ നെഗറ്റീവ് മാത്രമായിട്ട് നമ്മളോട് പറയുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് നമ്മൾ നമ്മളൊരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പാർട്ണറോട് മറച്ചു വെക്കേണ്ടി വരും. ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടും, അല്ലെ? അപ്പൊ ഇതാണ് റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്നത്. അപ്പൊ ഇനി നമുക്ക് പേരൻസില്, മാതാപിതാക്കളിൽ ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും മാതാപിതാക്കള് ചില പേരൻസ് പറയുന്നത്, ഞങ്ങൾ അങ്ങോട്ട് പറയും, നീ അതങ്ങ് അനുസരിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മകന് അധ്യാപകനാകണം എന്നാണ് ആഗ്രഹം. ആ ഒരു മേഖലയിൽ തനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തന്റെ പേരൻസിനോട് പറയുന്നു, എനിക്കൊരു ടീച്ചർ ആയാൽ മതി. പക്ഷെ അപ്പൊ പേരൻസ് പറയും, വേണ്ട, നിന്നെ ഡോക്ടറായി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നീ അതിനു വേണ്ടി പഠിച്ചാൽ മതി, നീ ഒരു ഡോക്ടറായി കാണണം, ഡോക്ടർ ആയാൽ മതി എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടും തന്റെ ഇഷ്ടം നടക്കില്ല എന്നറിയുമ്പോൾ പേരൻസിന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഒരു ഡോക്ടർ ആവാൻ വേണ്ടി അദ്ദേഹം പഠിക്കുന്നു. എന്തുകൊണ്ടോ തനിക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖല ആയതുകൊണ്ടോ എന്തോ അദ്ദേഹം ഒരിക്കലും ആ ഒരു ഇതിൽ എത്തുന്നില്ല. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട മേഖലയായ ടീച്ചർ എന്ന നിലയിലൊന്നും അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇത് രണ്ടുമല്ലാത്തൊരു രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനാൽ അത് ആ ഒരു വേറൊരു വഴിയിലൂടെ ലൈഫ് കൊണ്ടുപോകുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ പേരൻസിന്റെ ഇടയിൽ നമ്മൾ പോസിറ്റീവ്നെസ് കണ്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പോ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പില് പോസിറ്റീവ്നെസ് എങ്ങനെയാ വരുന്നത്, അതിന്റെ ലക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരുമായിട്ടും നമ്മുടെ ഫ്രണ്ടിനെ കൂടുതൽ അടുക്കാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുക, നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തൻ്റെ ഫ്രണ്ടിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും, പാസ്റ്റിൽ നടന്നതുപോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും എന്നൊരു ധാരണയിൽ ആയിരിക്കും ഈ മെന്റാലിറ്റി ഉള്ളവർ ഉണ്ടാകുക. ഞാൻ എൻ്റെ ഒരു സെൽഫ് എക്സ്പീരിയൻസ് പറയാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ഫ്രണ്ട്ഷിപ്പിൽ കുറച്ചൊരു പൊസസീവ്നെസ് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സൗദിയിൽ താമസിച്ചിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ നിലവിൽ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഞങ്ങൾ താമസം മാറി. അപ്പൊ ആ ഒരു ഫ്ലാറ്റിൽ ഇരുന്ന് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവള് പറഞ്ഞു എന്നോട്, ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ പുതിയതായി താമസം മാറിയ ആ ഒരു ലൊക്കേഷനിൽ അവളുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പോകാം, അവരുടെ റൂമിലോട്ട് പോകാം, അവളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഫ്രണ്ടിന്റെ റൂമിലോട്ട് പോയി. അപ്പൊ അവിടെ ചെന്ന് എൻ്റെ ഫ്രണ്ടും മറ്റേ നമ്മൾ കാണാൻ പോയ ആ ഫ്രണ്ടും കൂടെ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ ഒരു കോമൺ ആയ ഒരു ഫ്രണ്ടിന്റെ റൂമിലേക്ക് പോയപ്പോൾ ആ ഫ്രണ്ടിന് ഒരു സംഭവം പറയുന്നത്, അവരുടെ ലിഫ്റ്റില് കയറി ഉടനെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയി, അവര് രണ്ട് ഫ്ലോറുകൾ ഇടയിൽ പെട്ടു, കുറെ ബുദ്ധിമുട്ടിട്ട് പുറത്തുനിന്ന് ഫയർഫോഴ്സുകൾ വന്ന് അവരെ രക്ഷിച്ചൊരു കഥ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ എൻ്റെ ഫ്രണ്ട് ഇപ്പൊ ഈ കോമണായ ഫ്രണ്ടിന്റെ റൂമിൽ പോയപ്പോൾ കുറച്ച് മുന്നേ അവൾക്കും ഇതേ ഒരു അനുഭവം ഉള്ളത് ഇത് അവളും പറഞ്ഞു. അന്ന് മോള് കുറെ കരഞ്ഞ് ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന്, അങ്ങനെയാണ് പുറത്തൂടെ പോയ ഒരാളാണ് അവരെ അന്ന് രക്ഷിച്ചതെന്നൊക്കെ. ഇവർ ഈ കഥ പറയുമ്പോൾ എന്റെ ശ്രദ്ധ മുഴുവനായിട്ട് കഥയിലൊന്നും ആയിരുന്നില്ല. ഞാൻ ചിന്തിക്കായിരുന്നു, ഇവളോട് ഇത്രയും കാലമായിട്ട് അടുപ്പായിട്ട് ഇവൾ ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞില്ലല്ലോ,
എന്തുകൊണ്ടാ അവൾ എന്നോട് പറയാൻ? ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നത്. ആ ഒരു ഫ്രണ്ടിന്റെ റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോരുമ്പോ ഞാൻ ഇവളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഈ എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? അപ്പൊ അവള് പറയുന്നുണ്ട്, സാഹചര്യം അനുസരിച്ചല്ലേ നമുക്ക് പറയാം. അവൾ ആ ഒരു സന്ദർഭം പറഞ്ഞപ്പോ അന്ന് കുറെ വർഷം മുന്നേ നടന്നതാണ്, എനിക്കത് ഓർമ്മ വന്നപ്പോ ഞാനും പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ നല്ല കുട്ടിയാട്ടോ, അപ്പൊ എനിക്ക് പൊസസീവ്നെസ് ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഞാന് ഫ്രണ്ട്ഷിപ്പില് ഇതുപോലെയൊക്കെ ആയിരിക്കും. നമ്മള് ഫ്രണ്ടിന്റെ പാസ്റ്റിൽ നടന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നൊരു ധാരണയിലായിരിക്കും നമ്മൾ നടക്കുന്നത്. ഇത്രയും നേരം ഞാൻ എന്താണ് പൊസസീവ്നെസിന്റെ ലക്ഷണങ്ങളും ഒക്കെ എല്ലാം പറഞ്ഞല്ലേ, സ്നേഹവും പൊസസീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ പറഞ്ഞു. നമുക്ക് ഇതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് തരത്തിൽ ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തേത് ഷോർട്ട് ടേം, നമ്മൾ ആരുമായിട്ടാണോ പൊസസീവ്നെസ് കാണിക്കുന്നത് അവർക്കും ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു ശ്വാസം മുട്ടല്. അതുമൂലം വഴക്കുകൾ ഉണ്ടാവുന്നു. ആ ഒരു വഴക്കിന്റെ ഒക്കെ പേരിൽ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു, അല്ലെ? ഇതൊക്കെ എന്താണ്, ഷോർട്ട് ടേം ആയിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. ലോങ് ടേം ആയിട്ട് എന്താണ് സംഭവിക്കുക? ഇതൊക്കെ കാരണം തന്നെ ബന്ധങ്ങൾ തന്നെ തകർന്നു പോകാം. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ, സ്നേഹിച്ച് കൊല്ലുവാണ്, ആ സ്നേഹത്തിന്റെ ഒന്ന് ശ്വാസം മുട്ടുന്നു, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇപ്പൊ പുറത്തു വരാൻ തോന്നുന്നു. അങ്ങനെ ചില ആളുകൾക്ക് ആ ഒരു സ്നേഹക്കൂട് പൊട്ടിച്ച് പുറത്ത് വന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ അത് ബന്ധങ്ങൾ തന്നെ തകരാം. അപ്പൊ ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പൊസസീവ്നെസ് എങ്ങനെ നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. സെൽഫ് അവയർനെസ്, നമ്മളോട് തന്നെ ചോദിക്കുക. ഇങ്ങനെ നമുക്കൊരു തോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ഞാൻ ഈ എഴുതാപ്പുറം വായിക്കാൻ പോകുന്നത്? നമുക്ക് നമ്മൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഈ ചിന്തിക്കുന്നത് പോലെയൊന്നും വരില്ല, ആരും എന്നെ വിട്ടൊന്നും പോകില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ നമ്മളോട് തന്നെ സ്വയം ചോദിക്കുക. അതുപോലെ സെൽഫ് വർത്ത്, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. ഡിപ്പെൻഡൻസി കുറക്കുക. ഈ ഒരു ബന്ധം മാത്രമല്ല എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഇത് മാത്രമല്ല എൻ്റെ ലോകം, ഇതിനപ്പുറവും എനിക്കൊരു ലോകമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. മൂന്നാമത്തെ പോയിന്റ്, ഹെൽത്ത് ബൗണ്ടറീസ്. ലോ പ്ലസ് ഫ്രീഡം ഇസ് ഈക്വൽ ടു ഹെൽത്തി ബോണ്ട് എന്നാണല്ലോ. അപ്പോൾ ഇത് ആരായാലും, ഇപ്പൊ നമ്മൾ പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മള് ഫ്രണ്ട് ആയിക്കോട്ടെ, അദ്ദേഹവും ഒരു വ്യക്തിയാണ്. അല്ലാതെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചൊരു ഡോളല്ല. എന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കാൻ അദ്ദേഹം ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുക. ഇത് നമ്മൾ തിരിച്ചറിയുക. നാലാമത്തെ, ട്രസ്റ്റ് ബിൽഡിങ്. എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ആ ഫ്രണ്ടിനോട് പറയുക, നീ മറ്റുള്ളവരുമായിട്ടൊന്ന് ഇടപഴകുന്നത് കാണുമ്പോൾ എനിക്കൊന്നും സഹിക്കുന്നില്ല, എനിക്കൊന്നും ഒരു ദേഷ്യം വരുന്നു. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുക. അത് പാർട്ട്ണറിനോടും തന്നെ, നിങ്ങളെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്കൊന്നും സങ്കടമാവുന്നു, അത് സഹിക്കാതെ വരുന്നു എന്ന് എന്താണോ നമ്മളെ മൈൻഡിൽ തോന്നുന്നത് അത് ഒരു മറയും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പോംവഴി ചിലപ്പോൾ അവർക്ക് തന്നെ പറഞ്ഞു തരാൻ സാധിച്ചു എന്ന് വരും, അല്ലെ? അപ്പോ ഇതുവരെ നമ്മൾ പൊസസീവ്നെസിന്റെ ലക്ഷണങ്ങളും കോൺസിക്വൻസും അതെങ്ങനെ നമ്മുടെ ലൈഫിനെ ബാധിക്കുമെന്നും ഒക്കെ പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കൊള്ളാൻ പറഞ്ഞാല്, നിങ്ങളുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും പൊസസീവ്നെസ് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പൊസസീവ് ആയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? അപ്പോ അത് കാരണം കുറെ ആൻസൈറ്റി, ഡിസ്കംഫർട്ട് ഒക്കെ നമുക്ക് ഉണ്ടാകും. അപ്പൊ അത് ഈ പൊസസീവ്നെസ് വന്നതിന് ശേഷം അതൊക്കെ മാറാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ എല്ലാ ഇതിലും പറയുന്ന പോലെ ആൻസൈറ്റി കുറക്കാൻ നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് പറയലുണ്ടല്ലോ. 4
സെക്കൻഡ് ശ്വാസം ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡ് നമ്മളത് ഹോൾഡ് ചെയ്യുക. ആ ടൈമിൽ നമ്മൾ പോസിറ്റീവ് തോട്ട് മാത്രം നമ്മൾ മൈൻഡിൽ കൊണ്ടുവരിക. 4 സെക്കൻഡ് കൊണ്ട് അത് വായിലൂടെ പുറത്തേക്ക് അത് ഒഴിവാക്കുക. അപ്പോൾ ഇതിങ്ങനെ 4-5 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ നമുക്ക് കുറക്കാൻ സാധിക്കും. അടുത്ത ടെക്നീക്ക് പറയുന്നത് ലേബൽ ദ ഇമോഷൻ. നമ്മുടെ ഇമോഷനെ നമ്മൾ തിരിച്ചറിയുക. എനിക്കിപ്പോ എന്താ തോന്നുന്നത്? ഇൻസെക്യൂരിറ്റി ആണോ, അതോ പേടിയാണോ, അസൂയാണോ, എന്താണോ നമുക്ക് തോന്നുന്ന ഇമോഷൻ നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇമോഷൻ ഇന്റൻസിറ്റി കുറയും, അതുപോലെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കും. ഇതുമൂലം നമ്മുടെ റിയാക്ഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടെക്നിക്ക് തന്നെ ആയിരിക്കും. 5 സാധനങ്ങൾ, നമ്മൾ കാണുന്ന 5 കാര്യങ്ങളെ പറ്റി നമ്മൾ ഓർക്കുക. അതുപോലെ 4 നമുക്ക് തൊടാൻ പറ്റുന്ന 4 സാധനങ്ങളെ പറ്റി നമ്മൾ ഓർക്കുക. കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങളെ പറ്റി ആ സമയം ചിന്തിക്കുക. 2 കാര്യങ്ങൾ, നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളെ പറ്റി ഓർക്കുക. അപ്പോൾ ഒരു സാധനം, ഒരു ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ആ ഒരു മൈൻഡിനെ മാറ്റുക. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ശരീരം ഒന്ന് ചലിപ്പിക്കുക. നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് കിടക്കുക, അങ്ങനെ എന്തെങ്കിലും ആ ഒരു അവസ്ഥയെ മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക. ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യുക. 5ാമത്തേത് പറയുന്നത് ജേർണലിങ്. ഞാൻ അനുഭവിക്കുന്നത് എന്താണ് എൻ്റെ ട്രിഗർ, എന്താണ് എൻ്റെ ഭയം, അത് റിയൽ ആണോ അതോ ഇതെന്റെ ചിന്ത മാത്രമാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതൊന്ന് എഴുതുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പൊസസീവ്നെസ്സിന്റെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അത് നിങ്ങൾ മിത്താണോ അതോ ഫാക്റ്റ് ആണോ എന്ന് പറയണം. ഓക്കെ ആണല്ലോ? ഓക്കെ. പൊസസീവ്നെസ് ഷോസ് ട്രൂ ലവ്. ഇതെന്താണ്? മിത്ത്. യഥാർത്ഥ സ്നേഹം ഒരിക്കലും എങ്ങനെയാവില്ല. പൊസസീവ്നെസ് ആകാതെ നമുക്ക് നല്ല രീതിയിൽ സ്നേഹിക്കാൻ പറ്റും, അല്ലെ? 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈൽഡ് പൊസസീവ്നെസ് ഈസ് നാച്ചുറൽ. ഇതെന്താണ്? അത് കറക്റ്റ് അല്ലേ? സ്വാഭാവികമാണ്, അല്ലെ? 3ാമത്തേത് ചെക്കിംഗ് സമ്മൺസ് ഫോൺ റിപ്പീറ്റഡ്ലി ഈസ് കെയർ. ഇത് മിത്താണ്, അല്ലെ? നമ്മളിപ്പോൾ ഒരാള് ഫോൺ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാ, എന്നിട്ട് എന്തിനാ നമ്മൾ പറയാ അദ്ദേഹം പരിധി വിട്ടു പോകുന്നതിനാണ്, അല്ലെങ്കിൽ എന്റെ സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാല് ഒരിക്കലും അത് ശരിയല്ല, അല്ലെ? 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസസീവ്നെസ് കം ഫ്രം ഫിയർ ഓഫ് ലോസിങ്. ഇതെന്താണ്? ഫാക്റ്റ് ആണ്. അതിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നൊരു ഭയത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പൊസസീവ്നെസ് നമുക്ക് ഉണ്ടാകുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ പൊസസീവ്നെസ് മേക്ക് റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ. ഒരിക്കലുമില്ല, അത് ബന്ധങ്ങളെ തകർക്കുകയുള്ളൂ ചെയ്യുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ഹെൽത്തി ലവ് ഗീവ്സ് ഫ്രീഡം. ഇതെന്താണ്? ഫാക്റ്റ് ആണ്, അല്ലെ? സത്യം തന്നെയാണ്. ഒരു ഫ്രീഡം കൊടുക്കൽ തന്നെയാണ് നമ്മൾ ശരിക്ക് ഒരു സ്നേഹത്തിന്റെ ഒരു അടയാളം എന്ന് പറയാം, അല്ലെ? 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസസീവ് പീപ്പിൾ ആർ ബാഡ് പീപ്പിൾ. മിത്താണ്. ഒരിക്കലും ഇങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊരു പൊസസീവ് ലൈനിൽ കൂടെയാണോ അതോ സ്നേഹത്തിന്റെ ഭാഷയിൽ കൂടെയാണോ അല്ലേ പോകുന്നത് എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നമുക്കിത് അറിയാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമുക്കൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെയുള്ളതായിരിക്കണം നമ്മുടെ റിലേഷൻഷിപ്പ്. നമ്മുടെ ബന്ധങ്ങളിൽ പൊസസീവ്നെസ് കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ പൊസസീവ്നെസ് കൂടിയാൽ അത് സംശയരോഗം എന്നൊരു വിഷമായിട്ട് വരെ മാറാം. അപ്പോ ഇതുവരെ എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
താങ്ക് യു സജന മാം. അപ്പൊ ഈ ഒരു ടോപ്പിക്കിലേക്ക് ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാം പറയാം. ഗുഡ് ഗുഡ് ഈവനിങ് ഈവനിങ് സജന. സജന. ഉം. നല്ലൊരു സെഷൻ ആയിരുന്നു അല്ലെ. പൊസസീവ്നെസ്സിനെ കുറിച്ച് A to Z കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉദാഹരണ സഹിതം ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു. കുറെ ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ച് വളരെ മനോഹരമാക്കി. നോമ്പെല്ലാം എടുത്ത് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും, എന്നാലും സെഷൻ മനോഹരമാക്കി. ഈ അടുത്തിറങ്ങിയ ഒരു എക്കോ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട് അല്ലേ, സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ആർ ബോത്ത് ദ സെയിം അല്ലെ. പലപ്പോഴും പ്രൊട്ടക്ഷൻ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ റെസ്ട്രിക്ഷൻ ആയിരിക്കും. അത് വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു. ഗുഡ് ഈവനിങ് സജന. ഞാൻ റോഫ് സാറിനെ പ്രതീക്ഷിച്ചതാണ് ഫസ്റ്റ് തന്നെ വരുന്നത്, പക്ഷെ വരാണ്ടായപ്പോ ഞാൻ കേറിയതാട്ടോ, സോറി. റോഫ് സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം സാറ് പറഞ്ഞുപോയി. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് എവിടെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞു. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് അപ്ലൈ ചെയ്ത് നോക്കണം എന്നുണ്ട് ട്ടോ. എനിക്ക് കുറച്ച് പൊസസീവ്നെസ് കൂടുതലാ, എന്താ അറിയില്ല. അതിപ്പോ മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓവർ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കുന്ന പരിപാടിയില്ല, പക്ഷെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും നന്നാവാൻ സജന നന്നായ പോലെ ഞാനും നന്നാവാൻ തീരുമാനിച്ചു. ഇതോടുകൂടി ഞാൻ നന്നായി. അപ്പൊ എന്തായാലും ഒരു നല്ല സെഷൻ എല്ലാവർക്കും തന്നോണ്ട് താങ്ക് യു സജന. പലപ്പോഴും ഇറാനി മാം നമ്മൾ നന്നായി എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് നന്നാവാൻ ലേശം ബുദ്ധിമുട്ടാ. ഇല്ല, ഇത് ഞാൻ നന്നായി തന്നെ അർച്ചന മാം, ഒരു പ്രശ്നവും ഇല്ല. രണ്ട് കാര്യങ്ങൾ ഇത് ഞാൻ നോട്ട് ചെയ്ത് പൊതുതത്വം വെച്ചിട്ടുണ്ട്. പറഞ്ഞതാ, റാണി മാമിന് സാധിക്കില്ലെന്നല്ല, പൊതുതത്വം പറഞ്ഞാണ്. നമ്മൾ പലപ്പോഴും പൊസസീവ് അല്ല, ഒരു റിലേഷൻഷിപ്പിൽ പൊസസീവ് അല്ല. പണ്ട് എനിക്ക് അങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മൾ ചില വ്യക്തികളോട് നമ്മൾ അറിയാതെ തന്നെ പൊസസീവ് ആയി പോകും. ശരിയാ, അതെ അത് അതെ. തന്നെ പറഞ്ഞ. ഞാൻ രണ്ടെണ്ണം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് പാടില്ല എന്ന് തീരുമാനിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാലിച്ചു നോക്കട്ടെ. സജന അറിയിക്കുന്നതായിരിക്കും കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അർച്ചന മാം പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. അതെ അതെ. വിടാതെ എന്തായി എന്ന് വെച്ചിട്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞ വിഷയത്തിൽ പറയുമ്പോൾ നമുക്കറിയാം പൊസസീവ് ആണ് അല്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ചില സമയങ്ങളിൽ ചില വ്യക്തികളോടൊക്കെ പൊസസീവ് ആയിരിക്കും. അത് പക്ഷെ ഒരിക്കലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്കോല് പോലെ റിസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ അവരെ നമ്മൾ അറിയിക്കുകയോ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യില്ല. പക്ഷെ നമ്മൾ നമ്മുടെ സ്പേസിൽ ശരിക്കും നമുക്ക് നന്നായിട്ട് എവിഡന്റ് ആയിട്ട് അറിയും നമ്മൾ അവരുടെ പൊസസീവ് ആണ് എന്നുള്ളത്. അങ്ങനെ സംഭവിക്കാറില്ലേ നമുക്കൊക്കെ? തീർച്ചയായിട്ടും അതായത് അത് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ് ഞാൻ റെസ്ട്രിക്ഷൻസ് മാറ്റുന്നു പറഞ്ഞത്. അതെ അതെ, നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കില്ല, അവർക്ക് എല്ലാ ഇല്ല ഇല്ല, ഫ്രീഡം ഉണ്ടാവും. അവരെ ഒരിക്കലും നമ്മൾ അറിയിക്കാതിരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കും. നമ്മളൊരു ബിഹേവിയറിലോ വാക്കുകൊണ്ടോ ഒന്നും നമ്മൾ അവരെ പൊസസീവ് ആണെന്ന് അറിയിക്കില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും ആ വ്യക്തിയോട്. അതിപ്പോ ഏത് കൈൻഡ് ഓഫ് റിലേഷൻ ആയിക്കോട്ടെ, ഹസ്ബൻഡോ വൈഫോ ലവറോ ഫ്രണ്ടോ പാരന്റ്സ് ഇൻഫാക്ട് അല്ലെ, നമുക്ക് പാരന്റ്സിനോട് പോലും പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നിയെന്ന് വരും. ഇത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ഒരു അനുഭവം ഓർമ്മ വന്നത്, പൊസസീവ്നെസ് തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ, പക്ഷെ എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പൊസസീവ് ആയിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ചേട്ടനോടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പാരന്റ്സ് ഇല്ലാണ്ട് വളർന്ന ആളാണ്. അപ്പൊ എന്റെ മൂത്ത ചേട്ടനോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഈ വെക്കേഷൻ സമയത്തൊക്കെ റിലേറ്റീവ്സിന്റെ മക്കളോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നാലും, ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടനെ മടി കയറിയിരിക്കും. എനിക്ക് ഇതിൽ പരം ദേഷ്യം വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്കത് ഇഷ്ടമല്ലെന്നോ ആ കുട്ടികളെ ഇറക്കി വിടണമെന്നോ ഞാൻ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞാൽ, അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് നമ്മൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതാക്കപ്പെടുമോ അല്ലെങ്കിൽ നമ്മളെ അവരങ്ങനെ വിലയിരുത്തുമോ അല്ലെങ്കിൽ എന്താ നീ ഇങ്ങനെയെന്ന് ചോദിക്കില്ലേ, അപ്പൊ സങ്കടാവില്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചിരിച്ചോണ്ട് നിൽക്കും. പക്ഷെ ഉള്ളിൽ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ വേറെ സ്ഥലമൊന്നുമില്ല കയറി നിൽക്കാൻ, എന്റെ ചേട്ടനെ മടിയേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. ഇത് അത് ഒരു കുട്ടിയായിരുന്നപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പക്ഷെ വലുതായ നമുക്കും ഇല്ലേ അങ്ങനെ ചെറിയ ചില 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 കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കില്ലെങ്കിലും പൊസസീവായി തോന്നുന്ന ചില കാര്യങ്ങൾ. ആരോടും ആവാം, മക്കളോടാവാം, ആരോടും ആവാം.
ഉണ്ട്. ഇപ്പൊ അപ്പൊ പറഞ്ഞ സെയിം അപകടകരമായ കേസായിരുന്നു എനിക്കും തോന്നിയത്. പക്ഷെ ഞാൻ പ്രകടിപ്പിക്കാറില്ല. പ്രകടിപ്പിച്ച വേറൊന്നുമല്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോ കട്ടായാലോ, അവര് നമ്മളങ്ങനെ നമ്മൾ അതെ ചോദിക്കുന്നതനുസരിച്ച് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമാവുന്നതായിട്ട് തോന്നിയാലോ, നമ്മുടെ അതെ. സ്നേഹം പക്ഷെ നമുക്ക് അല്ലാന്ന് തോന്നിയാലോ എന്നൊക്കെ തോന്നില്ലേ? തോന്നും. അത് ഉറപ്പാ. അതാ ഞാൻ പറഞ്ഞ രണ്ട് അത്രേ കാര്യം ഉള്ളൂ. ഞാൻ ആക്കിയത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ അസൂയ, ചെറിയ കുശുമ്പ് ഒക്കെ ഉള്ള അതെ അതെ, അസൂയയും കുശുമ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ അതിൽ എനിക്കും പിന്നെ ഉണ്ടാവാറുണ്ട് മുഴുവൻ ഇതുപോലെ. ആവില്ലല്ലോ. ചിലപ്പോഴൊക്കെ പറയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒരു തമാശക്കൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അറിയാതെ പറയും. പ്രകടിപ്പിച്ചു പോകും കേട്ടോ. പക്ഷെ മറ്റുള്ളവർക്ക് അതൊക്കെ ചിലപ്പോൾ അത് ഉണ്ടാവുമ്പോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അത് വ്യക്തമായിട്ട് നമ്മള് എവിഡന്റ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ആ ഉണ്ടാവുമ്പോഴേ ആ- ജീവിതത്തിൽ ഒരു അർത്ഥമുള്ളൂ. കുറെയൊക്കെ അത് വെറും അല്ലേ, അല്ല, കുറച്ചൊക്കെ അതെ വേണം. അതെ ഫസ്റ്റ്. ഒരാളും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാ, പൊസസീവ്നെസ് അനുഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അതെ ഇതിൽ അതെ ഏതെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഞാന് എൻ്റെ ഒരു എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് വേറൊരാൾ ചോദിച്ചൊരു കാര്യം ഇങ്ങനെ ഒരു സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ എന്താ പറയാ, ഞാൻ പ്രതീക്ഷിച്ച മറുപടി ഒന്നും അല്ല കിട്ടി. എൻ്റെ അടുത്ത് അങ്ങ് ദേഷ്യപ്പെട്ടു. ഞാനിങ്ങനെ വണ്ടർ അടിച്ചു, ഇതിപ്പോ എന്തിനാണ് എന്നോട് ഈ ചൂടാവുന്നത്, ഞാൻ അതിന് ചൂടാവാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഏഹ്. അങ്ങനെയൊക്കെ സംഭവിക്കും എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ. അതെ, മറ്റേയാളോട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടില്ല, ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. സിമ്പിൾ. അത് അവിടെയാണ് റോസ്റ്റർ. അത് നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറണം. അതെ അതെ പക്ഷെ അതേസമയം ഇപ്പൊ റോസ്റ്ററിനോട് അത് മോശമായിപ്പോ എനിക്കിത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കതൊരു മോശമല്ലേ? അത് നിങ്ങളത് കണ്ടറിഞ്ഞ് പെരുമാറണം എന്നുള്ളതാണ്. യെസ്, വേണു സർ പറയും. ഇത് മിക്കവരും പറയാത്ത ഒരു കാര്യം, അമ്മായിയമ്മ മരുമകൾ അവർ തമ്മിലുള്ള റൈവലറിക്ക് റൂട്ട് കാസ് തന്നെ പൊസസീവ്നെസ് ആണ്. ആ അമ്മായിയമ്മയ്ക്ക് സ്വന്തം മകനോടുള്ള പൊസസീവ്നെസ്, ആ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള പൊസസീവ്നെസ്. കഷ്ടപ്പെടുന്നത് പാവം ആ പുരുഷനാണ്. പുരുഷനാണ് രണ്ടിടത്തു നിന്ന് മദ്ദളത്തിന് അടി കിട്ടുന്നത് പോലെ, ആ രണ്ട് സൈഡിൽ നിന്നും അടി കിട്ടുന്നത് ഈ പൊസസീവ്നെസ് കാരണമാണ്. അത് ഒന്ന്. മിക്ക വീട്ടിലുള്ള സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്നതാണ് പൊസസീവ്നെസ്. അത്രയും ദിവസം സ്നേഹിച്ചു, അടുത്തൊരു കുഞ്ഞു വന്നു, കുഞ്ഞുമാവടുത്ത് മറ്റേ അച്ഛനും അമ്മയും കൂടുതൽ സ്നേഹം കാണിക്കുന്നു. അവിടെ ഹേറ്റഡും എല്ലാം വരുന്നത് പൊസസീവ്നെസ്. അത് കാരണം പൊസസീവ്നെസ് ഇല്ല എന്ന് പറഞ്ഞ് ഒന്ന് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുതേ. ദാറ്റ് ഇസ് ഓൾ വാട്ട് ഐ വാണ്ട് ടു സേ. താങ്ക് യു. അതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ വേണ്ടതും. കാരണം അങ്ങനെ ഒരു പൊസസീവ്നെസ് എന്തിനോടെങ്കിലും ആരോടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു ത്രില്ലുള്ളൂ, അല്ലേ? കാരണം ഈ പൊസസീവ്നെസ് തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ ആണ്, എന്റെ ആണ് എന്നുള്ള ഒരു തോന്നൽ വരുമ്പോഴാണല്ലോ. അവിടെയാണ് എല്ലാവരും പുസ്തകം വായിച്ചിട്ടുണ്ട്, ഘോരഘോരം എല്ലായിടത്തും പറയും, ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, അറ്റാച്ച്മെന്റ് ആണ്, എല്ലാം പറയും. പക്ഷേ ഒന്നും ഫോളോ ചെയ്യത്തില്ല. അത് ഫോളോ ചെയ്ത് ആ കൂടെ ഒരാളെ ഉള്ളൂ, സാക്ഷാൽ ബുദ്ധൻ. ആ പൊസസീവ്നെസ് അറ്റാച്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഭാര്യയും കുഞ്ഞിനെയും വിട്ടിട്ട് അങ്ങ് പോയി. ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ. ദി മൊമെന്റ് യു ആർ അറ്റാച്ച്ഡ് ടു സംതിങ്, എനിത്തിങ്, ലിവിങ് ബീങ്സ്, അല്ലെങ്കിൽ ഒരു കാറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഒരു വേറെ എന്താണെച്ചാലും അവിടെ തുടങ്ങി. ആ അറ്റാച്ച്മെന്റ് കംസ് ഫ്രം പൊസസീവ്നെസ്. ഓക്കെ. ചെറുതായിട്ടൊക്കെ വേണം, പക്ഷെ ഓവർ ആവാൻ പാടില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പൊസസീവ്നെസ് കൊണ്ട് മറ്റേയാളെ ഉപദ്രവപ്പെടുത്തരുത്, ശ്വാസം മുട്ടിപ്പിക്കരുത്. അല്ലാത്തടത്തോളം കാലം അത് നല്ലതല്ലേ? ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നല്ല സൗഹൃദം ഉണ്ട്, അവർക്ക് നമ്മളോട് ഒരു പൊസസീവ്നെസ് ഇല്ലെങ്കിൽ അതും നമ്മുടെ പ്രശ്നമല്ലേ? അപ്പോഴും നമുക്കൊരു പ്രശ്നം തോന്നില്ലേ? ഞാൻ എന്തൊക്കെ ചെയ്താലോ ഒരു പ്രശ്നമില്ല എന്ന് തോന്നില്ലേ? അതുകൊണ്ട് അത് നമ്മളെ നിന്നോടുള്ള കുറിച്ച് ആരും സ്നേഹമാണ്, ഫ്രീഡം ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടാവില്ല. അതെ എവിടെ തൊട്ടാലും മർമ്മാണ് റാണി മാം. ഹലോ, ഗുഡ് ഈവനിങ് അതാണ് മാം. യെസ്, വെരി ഗുഡ് ഈവനിങ് മാം. നല്ല ടോപ്പിക് ആയിരുന്നു, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ ഞാൻ ആഡ് ഓൺ ചെയ്യാന്ന് വിചാരിച്ച സാധനം സാറ് പറഞ്ഞപ്പോ തന്നെ, ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു പൊസസീവ്നെസ്സിൽ കൂടുതലും അവരുടെ ലൈഫ് തന്നെ പോവാറുണ്ട് അല്ലെ, പലപ്പോഴും കുറെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഈ പൊസസീവ്നെസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് വരുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. അവർക്കത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തവരുടെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് കാണാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തു, നല്ല ടോപ്പിക് ആയിരുന്നു.
താങ്ക് യു മാം. ഷജീല മാം. ഈ അമ്മായിയമ്മ മരുമോള് പ്രശ്നം പോലെ തന്നെ തിരിച്ചും ഉണ്ടാവാറില്ലേ അല്ലേ? മരുമകൻ അമ്മ എന്റെ മോളെ അയാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവർക്കും തോന്നാറില്ലേ? പെൺകുട്ടികളുടെ അമ്മമാർക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ പൊസസീവ്നെസ് ഇഷ്ടംപോലെ തോന്നാറില്ലേ? കേസസ് ഒക്കെ വരാറുണ്ട്. രണ്ട് ഓപ്പോസിറ്റ്, രണ്ട് വശത്തുണ്ടല്ലോ അത്. കൂടുതൽ ഓവർ കെയർ ചെയ്ത് മോളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മമാരും ഉണ്ടല്ലോ. പാരന്റ്സും കാണുന്നുണ്ട് ഒരുപാട്. സിംഗിൾ ചൈൽഡ് ഉള്ളിടത്താണ് അത് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടു വശമുണ്ട്, വയസ്സ് വേഴ്സ പറയണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവത്തില്ല. അതെ അതെ അതെ. ഇപ്പൊ മാം ഇത് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ ചേട്ടൻ അർച്ചു എന്ന് വിളിക്കാം. കോമൺ ആയിട്ട് എല്ലാവരും അച്ചു എന്ന് വിളിക്കും, ചേട്ടൻ അർച്ചു എന്ന് വിളിക്കാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, അവൻ എന്നെ അർച്ചു എന്നൊന്നും വിളിക്കണ്ട കേട്ടോ, അച്ചു എന്ന് വിളിച്ചാൽ മതി, അർച്ചു എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ ഇപ്പൊ മാം ഇത് പറഞ്ഞ അമ്മായച്ഛൻ മരുമോൻ എന്ന് പറയുന്ന ആ ഒരു ഇത് ഫാക്ടറിലും നമ്മുടെ മോളെ മറ്റൊരാൾ നമ്മളെക്കാൾ കൂടുതൽ കെയർ ചെയ്ത് സ്നേഹിക്കുന്ന തോന്നുന്ന പാരന്റ്സും ഉണ്ട്. അതൊരു സത്യം തന്നെയാണ്. നമ്മൾ സെൽഫ് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു പേഴ്സണാലിറ്റീനെ ഒരു ക്വാളിറ്റീനെ കാണിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഓരോരുത്തർക്കും കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നും പറയാൻ പറ്റില്ല, ഓവറായാലും പ്രശ്നം എന്ന് പറഞ്ഞ പോലെ അത് ബാലൻസ്. പറയുന്നതൊക്കെ വെറുതെ പറയാ ഷജില മാം. അതെ അതെ, ഉണ്ടാവും, എപ്പോഴെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അത് തീർച്ചയായിട്ടും. ഇനി ആർക്കും ആഡ് ഓൺ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ സെഷൻ? മറ്റ് ആനിമൽസിൽ നിന്ന് പഠിക്കുക. പക്ഷികൾ ആ കുഞ്ഞുങ്ങളെല്ലാം തീറ്റിപ്പോറ്റി വലുതാക്കിയതിനു ശേഷം അങ്ങ് കൊത്തി പുറത്തോട്ട് പുറത്തു വിടും. അടുപ്പിക്കത്തില്ല. യു ബി ഇൻഡിപെൻഡന്റ്. അവിടെ ഈ അറ്റാച്ച്മെന്റും പൊസസീവ്നെസ്സും ഒന്നുമില്ല. മറ്റ് ആനിമൽസിനെല്ലാം അറിയാം എങ്ങനെ ജീവിക്കണമെന്ന് നന്നായിട്ട് അറിയാത്ത ഏറ്റവും ഒരേ ഒരു ആനിമലാണ് ഈ ഹ്യൂമൻ ബീങ്സ്. അതാണ് ഈ പ്രശ്നമെല്ലാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇൻട്രോ പറഞ്ഞ ബിജു സാറിന്റെ ഇൻട്രോയും വളരെ നന്നായിരുന്നു, അതും പ്രത്യേകം പറയണം. താങ്ക് യു സാർ. താങ്ക് യു. അതെ സർ, ബിജു സർ കുറച്ച് നല്ല വിശാലമായിട്ട് പറഞ്ഞായിരുന്നു എന്താണ് സംഭവം എന്നല്ല. തുടങ്ങുമ്പോ തന്നെ നമുക്കുള്ള പറഞ്ഞു തന്നായിരുന്നു ഇതൊക്കെ വരുന്നുണ്ട് പുറകേന്ന്. എന്തായാലും നല്ലൊരു ഇൻട്രോ ആയിരുന്നു കേട്ടോ ബിജു സർ. താങ്ക് യു. അപ്പൊ നമുക്ക് ആഡ് ഓൺ ഒന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പിരിയാം. അപ്പൊ ഇന്നത്തെ സെഷന് വളരെ മനോഹരമായ ഒരു ഇൻട്രോ തന്ന ബിജു സാറിനും, അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ ഇത്ര മനോഹരമായി ഈ ഒരു ടോപ്പിക് എടുക്കുകയും അതിനെ അവതരിപ്പിക്കുകയും ചെയ്ത സജന മാമിനും, ഇത്രയും നേരം നമ്മോടൊപ്പം കൂടിയിരുന്ന എല്ലാവർക്കും, അതുപോലെ നല്ല ഇന്ററാക്റ്റീവ് സെഷനായി ഇതിനെ മാറ്റിയതിനും ഒരുപാട് നന്ദി. ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ബുധനാഴ്ച ട്രെയിനേഴ്സ് ടോക്കിൽ വീണ്ടും കാണാം. സോ അതുവരെ ഗുഡ് നൈറ്റ്. ഗുഡ് Thank നൈറ്റ്. you. നൈറ്റ്. Good night.